എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ കയ്യിൽ തെളിവ് വേണം. അല്ലാതെ വായക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വിളിച്ചു പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. വി.ഡി. സതീശനെ കുറിച്ച് തന്നെയാണ്. നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു. വിഷയം ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ്. നിലവിലെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്തും രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നതും നിയമസഭയിൽ ബഹളമുണ്ടാക്കിയതും നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതും. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട വി.ഡി. സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ സ്വർണം പൂശിയ ചെമ്പുപാളി അത് മറിച്ചു വിറ്റിരിക്കുന്നു. അത് വാങ്ങിയിരിക്കുന്നത് ഒരു കോടീശ്വരനാണ്. ആരാണ് ആ കോടീശ്വരൻ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. സ്വർണം മോഷണം പോയ സമയത്തെ ദേവസ്വം ബോർഡ് മന്ത്രി. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം സ്വർണം പൂശിയ ചെമ്പു പാളി വാങ്ങിയ കോടീശ്വരനെ കുറിച്ച്. ഇതാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഒരു തവണയല്ല, രണ്ടാമതും അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഇതേക്കുറിച്ച് വീണ്ടും ചോദിച്ചപ്പോൾ ഒരു ഉരുണ്ടുകളിയൊക്കെ നടത്തിയിരുന്നു എങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായും പിറകോട്ട് പോകാൻ കടകംപള്ളി സുരേന്ദ്രനോട് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല വി.ഡി. സതീശൻ. സ്വാഭാവികമായും ആരും നിയമ നടപടി സ്വീകരിക്കും ഇത്തരം ഒരു അടിസ്ഥാനമില്ലാതെ ആരോപണം ഉന്നയിച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത്, മാനനഷ്ട കേസ് കൊടുത്തത്. 2 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. വക്കീൽ മുഖാന്തരം നോട്ടീസ് അയക്കുകയും ചെയ്തു വി.ഡി. സതീശന്. 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ കോടതിക്ക് മുന്നിൽ വക്കീൽ നോട്ടീസിന് ഒരു മറുപടി പോലും നൽകാൻ ഇതുവരെ തയ്യാറായില്ല വി.ഡി. സതീശൻ. ആദ്യം കേസ് വെച്ചത് നവംബർ 20-നായിരുന്നു. നവംബർ 20-ന് മുമ്പ് മറുപടി നൽകണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ വി.ഡി. സതീശന്റെ അഭിഭാഷകൻ സമയം നീട്ടിച്ചോദിച്ചു. കുറച്ചുകൂടി സമയം ആവശ്യമുണ്ട് എന്ന്. അങ്ങനെ കോടതി ഡിസംബർ 25-ന് വീണ്ടും കേസ് വെച്ചു. അന്ന് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഡിസംബർ 25-ന് ഇന്ന് നവംബർ 20-നായിരുന്നു കോടതി കേസ് ആദ്യം പരിഗണിച്ചത്. എന്നാൽ അന്ന് മറുപടി നൽകാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കുറച്ചുകൂടി സമയം നീട്ടിച്ചോദിച്ചു. അത് പരിഗണിച്ച കോടതി, അതിനെ അനുകൂലിച്ച കോടതി, കാരണം പ്രതിപക്ഷ നേതാവാണ്, തിരക്കുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടി നൽകണമെന്നാവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും നൽകേണ്ടതാണ്. അങ്ങനെ നവംബർ 25 വരെ സമയം നൽകി. ഇന്ന് കോടതിയിൽ മറുപടി നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്നും മറുപടി നൽകിയില്ല. ഏറ്റവും അവസാന ദിവസം ഡിസംബർ 1-ന് 2025 ഡിസംബർ 1-ന് കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ മറുപടി നൽകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അവസാന തീയതിയാണ്. ഇനി തീയതി നീട്ടി നൽകില്ല എന്ന് കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിസംബർ 1-ന് മുമ്പ് മറുപടി നൽകിയേ തീരൂ വി.ഡി. സതീശനെ, അല്ലെങ്കിൽ കേസ് വരും, മാനനഷ്ട കേസ്. 2 കോടി രൂപയാണ് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. വെറുതെ വിളിച്ചു പറഞ്ഞാൽ പോരാ, തെളിവ് കയ്യിൽ വേണം. വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്നൊക്കെ പറയാറില്ലേ? അത് തെരുവിൽ നിന്ന് പലരും അങ്ങനെ വിളിച്ചു പറയാറുണ്ട്. തെരുവ് പ്രസംഗത്തിൽ പ്രാദേശിക നേതാക്കൾ, ലോക്കൽ നേതാക്കളൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിക്കാറുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടാകണ്ടേ? തെളിവില്ലാതെ, രേഖകളില്ലാതെ ഒരു വാക്ക് പോലും ഞാൻ പറയില്ല എന്ന് പറയുന്ന ആളാണ് വി.ഡി. സതീശൻ. രേഖ വേണം, രേഖയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും പറയുകയുള്ളൂ, എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അങ്ങനെ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് കോടതിയിൽ മറുപടി നൽകാത്തത്? എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വക്കീൽ നോട്ടീസിന് മറുപടി പറയാത്തത്? എന്തുകൊണ്ടാണ് ആ കോടീശ്വരന്റെ പേര്, വിവരം പുറത്തു പറയാത്തത് എന്ന് അന്ന് തന്നെ ചോദിച്ചതാണ് മാധ്യമപ്രവർത്തകർ. താങ്കൾക്കറിയാമല്ലോ, കടകംപള്ളി സുരേന്ദ്രനെ അറിയാമെന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾക്കും അറിയാമല്ലോ, എന്തുകൊണ്ടാണ് ആ പേര് പുറത്തു പറയാത്തത്? എന്തുകൊണ്ടാണ് ആ പേര് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കൈമാറാത്തത്? ക്രിമിനൽ കുറ്റമാണ് ചെയ്യുന്നത് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് അറിയാം. ശബരിമല ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണം പൂശിയ ചെമ്പുപാളി അത് വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ അത് മറിച്ചു വിറ്റു. പുതിയ ചെമ്പുപാളിയാണ് സ്വർണം പൂശി എത്തിച്ചിരിക്കുന്നത്.
പഴയത് മറിച്ച് വിറ്റു. വിലമതിക്കാനാകാത്ത സ്വത്താണിത്. അതാണ് മറിച്ച് വിറ്റിരിക്കുന്നത്. അത് മറിച്ച് വിറ്റ കോടീശ്വരൻ, ആ കോടീശ്വരനെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. എന്ന് വെച്ചാൽ വി.ഡി. സതീശനും അറിയാം. വി.ഡി. സതീശൻ അത് മറച്ചു വെക്കുന്നു. എന്തിന് എന്ന ചോദ്യത്തിനും അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചു, മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, എന്നിട്ടും മറുപടി പറയുന്നില്ല. ഒളിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന വി.ഡി. സതീശൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഇനി വി.ഡി. സതീശന് കാത്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുമോ എന്നതാണ്. അങ്ങനെ മൊഴിയെടുത്താൽ ഇതാ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് പറഞ്ഞ് തടി തപ്പാനാണ് വി.ഡി. സതീശൻ ശ്രമിക്കുക. അതിനു വേണ്ടിയായിരിക്കണം വി.ഡി. സതീശൻ കാത്തിരിക്കുന്നത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കേണ്ട യാതൊരു ആവശ്യവും ഇപ്പോഴില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്.